എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നവരാണ് അല്ലേ? ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ട്, യൂട്യൂബ് ഉപയോഗിക്കുന്നുണ്ട്, ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നവരുണ്ട്. ഇതൊന്നുമില്ലാതെ ഒരു കാലത്തെക്കുറിച്ചോ ഒരു ദിവസത്തെക്കുറിച്ചോ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയിലൂടെയാണ് നമ്മുടെ ജീവിതം കടന്നു പോകുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പലപ്പോഴും പല ആളുകളും പറയാറുണ്ട് അത് അത്ര നല്ല ഒരു കാര്യമല്ല. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നമ്മുടെ ജീവിതത്തെ മോശമായ രീതിയിലൊക്കെ സ്വാധീനിക്കുന്നുണ്ട്, കുട്ടികളെയൊക്കെ വഴിതെറ്റിക്കുന്നുണ്ട് എന്നൊക്കെ ഒരുപാട് ആളുകൾ സംസാരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നല്ല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ് എന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. ഒരുപാട് വളച്ചു നീട്ടാതെ നമുക്ക് ആദ്യമേ അതിൻ്റെ പോയിന്റിലേക്ക് തന്നെ വരാം. ഏതായാലും പോസിറ്റീവായ കാര്യങ്ങളിൽ നിന്ന് നമുക്കൊന്ന് തുടങ്ങി നോക്കാം. അതായത് അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൻ്റെ, അതായത് നമ്മൾ നടന്നു വന്ന പിന്നിട്ട വഴികളിലെ അനുഭവങ്ങളെ കൃത്യമായി സൂക്ഷിച്ചു വെക്കാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ ഒരിടമാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ. ഞാനിത് പറയാൻ കാരണം പലപ്പോഴും പല ആളുകളും അവനവൻ്റെ ഫോട്ടോസ്, വീഡിയോസ് അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയ നല്ല അനുഭവങ്ങൾ, മുഹൂർത്തങ്ങൾ ഇതൊന്നും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇടാറില്ല. അല്ലെങ്കിൽ ഇതൊക്കെ ഇടുന്നത് മോശമാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളും തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിലുണ്ട്. മടിയുള്ള ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവരെ കാണിക്കുക എന്നത് മാത്രമല്ല, അതിലപ്പുറം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു രൂപരേഖ തയ്യാറാക്കുവാൻ നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ സാധിക്കും. ഏകദേശം ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫേസ്ബുക്ക് 10 വർഷത്തോളമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ്. ഈ 10 വർഷ കാലയളവിനുള്ളിൽ ഞാൻ കണ്ടുമുട്ടിയ ആളുകൾ, ഞാൻ എത്തിപ്പെട്ട സ്ഥലങ്ങൾ, എൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയ നല്ല നിമിഷങ്ങൾ, മുഹൂർത്തങ്ങൾ, അങ്ങനെ എൻ്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തി സൂക്ഷിച്ചു വെക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് മനസ്സിലാകണമെങ്കിൽ നമ്മളിങ്ങനെ ഫേസ്ബുക്കിൻ്റെയൊക്കെ പേജ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കടന്നു പോകുമ്പോഴാണ് നമ്മൾ പിന്നിട്ട വഴികളെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ അനുഭവങ്ങളെ, നമ്മുടെ ജീവിതത്തെ നമുക്ക് അതിൻ്റെ ഓർമ്മചിത്രങ്ങളായി സൂക്ഷിച്ചു വെക്കാൻ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഒരു മികച്ച ഇടമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മറ്റുള്ളവരെ കാണിക്കുക എന്നത് മാത്രമല്ല, അതിന് മറ്റ് ചില ഗുണങ്ങൾ കൂടിയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി പറയാനുള്ള രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇതുവരെ കണ്ടുമുട്ടിയിട്ടില്ലാത്ത ആളുകളുമായിട്ട് നമുക്ക് നല്ല സൗഹൃദങ്ങൾ കണ്ടെത്താൻ പറ്റുന്നു എന്നുള്ളതാണ്. ജീവിതത്തോട് അങ്ങനെയുള്ള സൗഹൃദങ്ങളെ ചേർത്ത് പിടിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നമുക്കൊരു സംശയം ഉണ്ടാകും, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ കണ്ടുമുട്ടുന്ന ആളുകളെയൊക്കെ നമുക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളത്. നമ്മളങ്ങനെ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യുന്നതിലൊന്നും ഇവിടെ പ്രസക്തിയില്ല. നമ്മളൊരാളെ പൂർണ്ണമായിട്ടും വിശ്വാസത്തിൽ എടുക്കേണ്ടത് എപ്പോഴാണ്? അവരുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇടപാടുകൾ നമ്മൾ നടത്തുമ്പോഴാണ്. എസ്പെഷ്യലി സാമ്പത്തികമായ ഇടപാടുകളൊക്കെ അല്ലെ. അതിലപ്പുറം വിശ്വാസത്തിനോ അവിശ്വാസത്തിനോ ഒന്നും പ്രസക്തിയില്ല. നമ്മളിപ്പോൾ കേരളത്തിലെ 14 ജില്ലകളിലെ ആളുകളുമായിട്ട് നമുക്ക് ബന്ധമുണ്ടാവും. നമുക്ക് ഏതെങ്കിലും ഒരു ജില്ലയിൽ പോയിട്ട് എന്തെങ്കിലും ഒരു കാര്യം അറിയണം, അല്ലെങ്കിൽ അവിടെ പോയിട്ട് എന്തെങ്കിലും ഒരു സഹായം ഒരാളുടെ ആവശ്യമുണ്ട് എന്ന് തോന്നിയാൽ നമുക്ക് ഇതുപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ കണ്ടുമുട്ടിയ ആളുകളുമായിട്ട് നമുക്ക് ബന്ധപ്പെടാൻ പറ്റും. അവിടെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് അറിയാൻ പറ്റും. അങ്ങനെയുള്ള പല സഹായങ്ങളും പരസ്പരം കൈമാറുവാൻ അങ്ങനെയുള്ള സൗഹൃദങ്ങളിലൂടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. അതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇനി മൂന്നാമത് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ ആ ബിസിനസ്സിനെ ഏറ്റവും മികച്ച രീതിയിൽ വളർത്തിയെടുക്കാൻ, നിങ്ങളുടെ കയ്യിലുള്ള ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് മനോഹരമായിട്ട് സെയിൽ ചെയ്യാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ സാധിക്കുമെന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന ജോലി, എൻ്റെ ബിസിനസ്, അത് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ്. എൻ്റെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ക്ലയൻസിനെ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ്. അത് നമ്മൾ വിചാരിക്കുന്ന ഒരു ചെറിയൊരു ലൊക്കാലിറ്റിയിലല്ല, ഇന്ത്യക്ക് വെളിയിൽ
UK, US, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ നിലവിൽ ക്ലയൻറ്റിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇവിടെയൊക്കെ എൻ്റെ വർക്കുകൾ ചെയ്ത് എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇവരൊക്കെ മലയാളികളാണ്, അവിടെ സെറ്റിൽഡ് ആയവരാണ്, നാട്ടിൽ വീടും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് തീർച്ചയായിട്ടും എൻ്റെ പ്രോഡക്റ്റുകൾ അവരെടുത്തിട്ടുള്ളത്. പക്ഷേ അവരിലേക്ക് എനിക്ക് എത്തിപ്പെടാൻ പറ്റിയത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ തന്നെയാണ്. പ്രധാനമായിട്ടും ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും തന്നെയാണ് എൻ്റെ ബിസിനസ് ഏറ്റവും മനോഹരമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ, ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ഇതിനേക്കാൾ മികച്ചൊരു പ്ലാറ്റ്ഫോം ഈ ലോകത്ത് എവിടെയുമില്ല എന്ന് നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ ആ രീതിയിലും നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നമ്മുടെ ജീവിതത്തെ വലിയ രീതിയിൽ പോസിറ്റീവായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. അതാണ് മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യണമെങ്കിൽ, സമൂഹത്തോട് എന്തെങ്കിലും ഒരു കാര്യം പറയണമെങ്കിൽ അത് ഏറ്റവും മികച്ച ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എന്ന് പറയുന്നത്, അല്ലേ? വളരെ വേഗത്തിൽ എളുപ്പത്തിൽ നമുക്ക് ഒരു കാര്യം സമൂഹത്തെ അറിയിക്കാൻ പറ്റും. ഈ കൊറോണയൊക്കെ വന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണ്? സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ്, അല്ലേ? ഒരുപക്ഷെ മുഖ്യധാര മാധ്യമങ്ങൾ പോലുമല്ല, അതിനേക്കാൾ കൂടുതൽ നമ്മളെ സഹായിച്ചിട്ടുണ്ടാവുക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ, ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ നമുക്ക് വളരെ എളുപ്പത്തിലും വേഗത്തിലും സാധിക്കുന്ന ഇടമാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആ കാര്യത്തിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വളരെ മികച്ച പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. ഇനി അഞ്ചാമതൊരു കാര്യം കൂടി പറഞ്ഞു തരാം. അറിയുന്ന ആളുകളായിരിക്കാം കൂടുതൽ എങ്കിലും അറിയാത്ത ആളുകളുണ്ടെങ്കിൽ നമ്മുടെ ജോലിയോടൊപ്പം തന്നെ ഒരു എക്സ്ട്രാ ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ വരുമാന മാർഗമാക്കി കൂടി നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ ഉപയോഗപ്പെടുത്താൻ പറ്റും. അത് ഫേസ്ബുക്ക് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഒക്കെ നമുക്കതിന് സാധിക്കുമെന്നുള്ളതാണ്. നമ്മളിടുന്ന ഫോട്ടോസിലൂടെയും വീഡിയോസിലൂടെയും വ്യത്യസ്തമായിട്ടുള്ള കോണ്ടന്റുകളിലൂടെയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു സുപ്രഭാതം കൊണ്ട് ഇത് നേടിയെടുക്കാൻ പറ്റുമെന്ന പ്രതീക്ഷ വേണ്ട. അതിലപ്പുറം സ്ഥിരമായിട്ട് നമ്മൾ ഇതിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യുമ്പോൾ ഇതിനൊരു ക്രൈറ്റീരിയൊക്കെ ഉണ്ട്. ആ ക്രൈറ്റീരിയൊക്കെ നമുക്ക് മറികടക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഒരു വലിയ വരുമാന മാർഗമാക്കി മാറ്റാൻ പറ്റും. ലക്ഷങ്ങൾ ഏൺ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാനത് ഏൺ ചെയ്യുന്ന ഒരാളാണ്. ലക്ഷങ്ങളൊന്നും ഏൺ ചെയ്യുന്നില്ലെങ്കിലും എനിക്ക് ആവശ്യമുള്ള രീതിയിൽ ഒരു എക്സ്ട്രാ ഇൻകം ജനറേറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ, അത് ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലൂടെ ആണെങ്കിലും ഒക്കെ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്കും സാധിക്കും. ഇത് മെയിനായിട്ടുള്ള ഒരു വരുമാന മാർഗമായിട്ടൊന്നുമല്ല, അങ്ങനെ ഒരു വരുമാന മാർഗത്തിന് വേണ്ടിയുമല്ല ഈ ഒരു പ്ലാറ്റ്ഫോമുകളിലൂടെയൊന്നും ഇതിൽ ഇൻവോൾവ് ചെയ്ത് മുന്നോട്ട് പോയത്. ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മൾ ഇൻവോൾവ് ചെയ്തപ്പോൾ അതിൻ്റെ ക്രൈറ്റീരിയ മറികടക്കുകയും പിന്നീട് നമുക്ക് നമ്മൾ ചോദിക്കാതെ തന്നെ ഒരു ഇൻകം നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരികയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് മാത്രമായിട്ട് നമ്മൾ ഇതൊരു പ്രൊഫഷൻ ആക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഏതെങ്കിലും ഒരു മേഖല തിരഞ്ഞെടുത്ത് നമ്മൾ അതിൽ ഇൻവോൾവ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് മാത്രമായിട്ട് പ്രൊഫഷനായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ വലിയ സാധ്യതകളുള്ള ഒരു ലോകമാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഏതായാലും ഇതൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ ഇത്രയൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് എന്ന് പറയുമ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇതിനെന്തെങ്കിലും മോശമായ വശങ്ങളുണ്ടോ എന്ന് കൂടി നമ്മൾ തിരിച്ചറിയണം, അല്ലേ? അല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ കൊണ്ട് അങ്ങ് പോകും. അപ്പോൾ എന്താണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ മോശമായിട്ട് അല്ലെങ്കിൽ ദോഷകരമായി ബാധിക്കുന്ന രീതിയിൽ എങ്ങനെയാണ് നമ്മളെ സ്വാധീനിക്കുന്നത്? ഇതിൽ രണ്ട് കാര്യങ്ങൾ മാത്രമേ എനിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുള്ളൂ നമ്മളെ ജീവിതത്തെ മോശമായ രീതിയിൽ ബാധിക്കുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നല്ല കാര്യങ്ങൾ മാത്രമല്ല ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നല്ല കാര്യങ്ങൾ മാത്രമല്ല, മോശമായ കാര്യങ്ങളുമുണ്ട്. നമ്മുടെ ജീവിതത്തെ വഴിതെറ്റിക്കുന്ന കാര്യങ്ങളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ തിരഞ്ഞെടുപ്പുകൾ സുരക്ഷിതമായിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ എന്ത് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ആവശ്യമുള്ള നല്ല കാര്യങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ മോശമായ കാര്യങ്ങൾ കൂടി നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ വഴിതെറ്റിപ്പോകുമെന്ന കാര്യത്തിലും യാതൊരുവിധ തർക്കവുമില്ല. അപ്പോൾ നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞ് നല്ലത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അതാണ് അതിൽ അപകടവും. അതുകൊണ്ട് നല്ലത് തിരഞ്ഞെടുക്കാൻ നമ്മൾ ശീലിക്കുക. ഇനി പറയാനുള്ള രണ്ടാമത്തെ കാര്യം, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അമിതമായി സമയം ചെലവഴിക്കുക എന്നതും തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ ഏറ്റവും വലിയ പ്രശ്നമാണ്. നമ്മുടെ ജീവിതത്തെ
വളരെ വലിയ രീതിയിൽ, മോശമായ രീതിയിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഒരുപാട് സമയം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ കടന്നു പോവുക എന്ന് പറയുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ, അത് കഴിഞ്ഞ് രാത്രി ഉറക്കമടച്ചിരുന്ന് സോഷ്യൽ മീഡിയ നോക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ ഉറക്കമൊക്കെ നഷ്ടപ്പെടുമ്പോൾ സംഭവിക്കുന്ന എന്താണ്? നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും, ഹോർമോൺ വേരിയേഷൻസ് ഉണ്ടാകും, ജീവിതശൈലി രോഗങ്ങളുണ്ടാകും, പെട്ടെന്ന് രോഗിയാകും. അതുപോലെ തന്നെ ഒരുപാട് സമയം നമ്മൾ സോഷ്യൽ മീഡിയ നോക്കുന്ന സമയത്ത് നമ്മുടെ കാഴ്ചയ്ക്ക് പ്രശ്നങ്ങളുണ്ടാകും. നമ്മുടെ ജീവിതത്തിന് ക്രിയാത്മകമായ സമയങ്ങളെ നിർജീവമാക്കി കളയുന്നുണ്ട്. നമ്മുടെ ബന്ധങ്ങൾക്കിടയിൽ വിള്ളലുകൾ ഉണ്ടാവുന്നുണ്ട്. കാരണം എന്താണ്? സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ കമ്മ്യൂണിക്കേഷൻ കുറയും. വീട്ടിലുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ കുറയുമ്പോൾ ബന്ധങ്ങളിൽ സ്വാഭാവികമായിട്ട് വിള്ളലുകൾ ഉണ്ടാവും. അതാണ് പറഞ്ഞത്, സോഷ്യൽ മീഡിയ അമിതമായിട്ട് ഉപയോഗിക്കുന്നത് ജീവിതത്തെ നശിപ്പിക്കുന്നതിന് കാരണമാകുമെന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം പോസിറ്റീവായ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നമുക്ക് ലഭിക്കുന്നത്. നല്ലത് തിരഞ്ഞെടുക്കുക, കൃത്യമായി ഒരു നിയന്ത്രണം പാലിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക. നമ്മുടെ ജീവിതത്തിലെ സമയത്തിൻ്റെ സിംഹഭാഗം സോഷ്യൽ മീഡിയ കവർന്നെടുക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതം വഴിമാറിപ്പോവാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം. അത് രണ്ടും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾക്കും വലിയ നേട്ടങ്ങൾക്കുമൊക്കെ കാരണമാക്കാൻ കഴിയുന്ന ഒരിടമായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. എല്ലാവർക്കും അതിന് കഴിയട്ടെ. ഇതിനേക്കാൾ മറ്റൊരു പുതിയ വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഒരിക്കൽ കൂടി നന്ദി.